വെൽക്കം ടു മൈ ചാനൽ ആദീസ് വേൾഡ്. അപ്പം ഇന്നൊരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഗെയിമിൻ്റെ പേര് ബ്ലോക്ക് സിറ്റി വാർസ്. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗെയിംസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിൽ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെയായിട്ടോ വരിക. ഇങ്ങനെ തോന്നെ ഗെയിം പൈസയുടെ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു 22,559, പിന്നെ ഗോൾഡ്, പിന്നെ ബ്ലോക്ക് സിറ്റി വാൾസ് 2 കണ്ടില്ലേ? അതിൽ 3 പേര് കാണാനില്ലേ? അതിലത്തെ അറ്റത്ത് നിൽക്കുന്ന മെഷീൻ കണ്ണ് പിടിച്ച് നിൽക്കണതാണ് മൈക്കിൾ, പിന്നെ ഫ്രാങ്ക്ലിൻ, പിന്നെ ട്രെവർ. ഈ ഫ്രാങ്ക്ലിൻ്റെയും ട്രെവറിൻ്റെയും സ്കിൻ ഇതിലുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണില്ല. ആ ഗെയിം ഇതുവരെയായിട്ടും പുറത്തിറക്കിയിട്ടില്ല കേട്ടോ ഗായ്സ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന സ്കിന്ന് മൈക്കിളല്ല, മൈക്കിളുടെ ഒരു ഏകദേശം രൂപം വരുന്നൊരു ഇതാണ്. പിന്നെ ചെസ്റ്റ് അൺലോക്കഡ്. ചെസ്റ്റിലേക്ക് നമുക്ക് പിന്നെ കിടക്കാം. ആദ്യം നമുക്ക് തോക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ സ്കിന്ന് ഞാനിപ്പോൾ ഇട്ടേക്കണം, മൈക്കിളുടെ രൂപം എന്ന് പറഞ്ഞത്. പിന്നെ ഗായ്സ്, പിന്നെ ബണ്ണി ബോയ് തോന വേറെ ഒക്കെ ആൾക്കാരുണ്ട്. പിന്നെ ഫ്രാങ്ക്ലിൻ്റെ ഒരു 5-8 സ്കിന്നുകളുണ്ടല്ലോ. ഫ്രാങ്ക്ലിൻ്റെ ഉദ്ദേശം വിലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കാണിച്ചു. പിന്നെ ഫ്രാങ്ക്ലിൻ, അതിൻ്റെ ഫ്രാങ്ക്ലിനും പക്ഷേ സീജയുടെ മാതിരി ഉണ്ട് കേട്ടോ രൂപം. പിന്നെ ആൻഡ്രി, ഇതാണ് കേട്ടോ ആദ്യം കളിക്കുമ്പോൾ നമുക്ക് കിട്ടിയത്. ഇത് ഫ്രാങ്ക്ലിൻ്റെ മാതിരി തോന്നിക്കും. പിന്നെ ടെറൽ, ഒക്കേത്തവർക്കും വേറൊരു തരം പേരുകൾ ഇട്ടേക്കണം. ഇത് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഒരു മഞ്ഞ ഡ്രസ്സിൽ മാസ്ക് ഇട്ടേക്കണ ചിത്രം നമ്മൾ ഗെയിമിൽ തുടങ്ങുമ്പോൾ കാണാം. പിന്നെ വിലി നമ്മൾ നേരത്തെ കാണിച്ചു. പിന്നെ ഒരു പോലീസിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇത് ഏതൊരു അപ്പൂപ്പൻ. പിന്നെ പോലീസിൻ്റെ എനിക്ക് നറുക്കെടുപ്പിൽ കിട്ടിയതാ തോന്നുന്നു ഗൈസ്. അല്ല, നറുക്കെടുപ്പിലല്ല, ഒരു മിഷൻ ചെയ്ത് കിട്ടിയതാ പോലീസിൻ്റെ സ്കിന്ന്. പിന്നെ ഗൈസ്, എനിക്ക് മെയിലിനെക്കാട്ടും കൂടുതലാണ് ഫീമെയിലിൻ്റെ സ്കിന്ന്. അതുകൊണ്ട് ഫീമെയിലേക്ക് ഒന്ന് കളക്കണം നമുക്ക്. അത് ഇനി എക്സ്ട്രാ ഓർഡിനറി ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതിൽ നമുക്ക് ജോക്കറുടെ സ്കിന്നുണ്ട്. ജസ്റ്ററിന് അതിലിട്ടേണ്. ഇവരെ എല്ലാ ഒക്കെ ഷോർട്ട് ഫോമും വേറെ അവരുടെ ഇഷ്ടപ്പെട്ട പേര്. പിന്നെ ഹൽക്ക്, പിന്നെ ഹൽക്കിൻ്റെ മോൺസ്റ്ററും ബാറ്റ്മാനും സൂപ്പർ ബാറ്റുണ്ടോ. ഇത് എനിക്ക് നറുക്കെടുപ്പിൽ കിട്ടിയതാണ് ഗായ്സ്. പിന്നെ ഇതായാലും സോംബി മാൻ. പിന്നെ ഡെഡ് പൂളിനാണ് കേട്ടോ ഗായ്സ് തമാശ. ഡെഡ് പൂളിനെ ഡെഡ് വെല്ലിന് ഇട്ടേക്കണ് ഗായ്സ്. എന്തുകൊണ്ടാണെന്നറിയില്ല, പൂള് മാറ്റിയിട്ട് വെല്ലായി എന്നാണ് തോന്നുന്നു ഇവരതിലേക്ക് ആക്കിയത്. പിന്നെ ഗായ്സ്, ഫ്ലാഷിൻ്റെ സ്പാർക്കുന്നു. അത് ആൾ ഓടുമ്പോൾ ഇടിമിന്നൽ വരുന്നതുകൊണ്ടാണ് തോന്നുന്നു സ്പാർക്കായത് ഗായ്സ്. പിന്നെ സോംബി കോളിൻ എനിക്ക് തോന്നുന്നു നറുക്കെടുപ്പിൽ തന്നെ കിട്ടിയാണ്. ഇതിൽ ഞാൻ ആകെ മറ്റേ എക്സ്ട്രാ ഓർഡിനറിന്ന് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് മിലിയിലേക്ക് കിടക്കാം കേട്ടോ ആദ്യം ഗൺസിൻ്റെ. അപ്പോൾ എനിക്ക് സ്റ്റൺ ബാറ്റനാണ് ആദ്യം ഞാൻ വാങ്ങിയത്. അതിൽ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഷോക്ക് അടിപ്പിക്കുന്ന ഒരു സാധനം, അതാണ് കേട്ടോ ഇത്. പിന്നെ ബ്രാസ് നക്കിൾസാണ് ആദ്യം വാങ്ങി ഞാൻ ഇഷ്ടപ്പെട്ട വെപ്പൺ. ഇത് ഈ സാധനത്തിന് ആകെ 70 പവർ മൊത്തം അപ്ഗ്രേഡ് ചെയ്താൽ. പിന്നെ ആദ്യം ഇങ്ങനത്തെ രൂപം, പിന്നെ വൂൾവറിൻ്റെ ക്ലോ മാറ്റുക, പിന്നെ നമ്മുടെ ഗോൾഡൻ ഹാൻഡിലൊക്കെ പിടിച്ചിട്ട് കത്തിയായിട്ട് വരുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ബ്രാസ് നക്കിൾസിൻ്റെ ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. പിന്നെ കത്തിയും പിന്നെ പോലീസ് ബാറ്റനൊക്കെ കേട്ടോ ഗൈസ്. അതിലൊക്കെ അത്ര പവർ കുറവാണ്. പിന്നെ ഗൈസ്, നമുക്ക് തോക്കിൽ കിടക്കാം. പിസ്റ്റൽ ബാക്കപ്പിൻ്റെ കാര്യത്തിൽ. പിന്നെ സിറ്റി പിസ്റ്റൽ, ഇതാണ് കേട്ടോ ഗെയിം തുടങ്ങുമ്പോൾ ആദ്യം വന്നത്. പിന്നെ ബെരറ്റ് ഞാൻ വാങ്ങിയത് എൻ്റെ കൂട്ടുകാരൻ വാങ്ങിയപ്പോൾ ഞാനും വാങ്ങിയതാണ് കേട്ടോ ബെരറ്റ്. അപ്പോൾ ഗൈസ്, ഈ ബെരറ്റിൽ ഒരു പ്രാവശ്യം അപ്ഗ്രേഡ് ചെയ്താൽ പിന്നെ നമുക്ക് എയിമിൻ്റെ ആവശ്യമില്ല. ലേസർ ഞങ്ങൾ കാണിച്ചോളും. ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലേ ഗൈസ്, ഞാൻ പൈസ സേവ് ചെയ്യണം കേട്ടോ ഗൈസ്. ഡുവൽ പിസ്റ്റൽസ് ഉണ്ട്, അത് കാര്യമില്ല. നമ്മുടെ സിറ്റി പിസ്റ്റലിൻ്റെ തന്നെയാണ് അതും വരുന്നത്. പിന്നെ നമ്മുടെ റിവോൾവർ ഗൈസ്. റിവോൾവറിൽ 70 പവർ. പിന്നെ കപ്പാസിറ്റി എനിക്ക് കയറ്റാൻ പറ്റുന്നത് ആകെ 12 ഗൈസ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കെൽടെക്സ്. അത് നമുക്ക് നറുക്കെടുപ്പിൽ കിട്ടിയതാണ് കെൽടെക്സ് 70. പിന്നെ ഹെഡ് ഷോട്ടിൽ 3 പ്രാവശ്യം അടിച്ചാൽ മതി, അപ്പോൾ ആൾ ചാവും. പക്ഷേ ഇത് ബാക്കിയുള്ളതൊക്കെ കുറവാ ചാവുക. പിന്നെ ഗൈസ്, പ്രൈമറിയിൽ സിമ്പിൾ റൈഫിളാണ് കേട്ടോ ആദ്യത്തെ കണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ മിഷനിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. ആകെ എനിക്ക് ഇത്തിരി പൈസ കിട്ടിയുള്ളൂ. പിന്നെ ഷോട്ട് ഗണ്ണ് 62. അത് ഹെഡ് ഷോട്ടിൽ ഒറ്റ പ്രാവശ്യം ചാവുമൊന്നുമില്ല, അത്രയും പെട്ടെന്നൊന്നുമില്ല, എന്നാൽ 2 ഷോട്ട് അടിച്ചാൽ. പിന്നെ ഷോട്ട് ഗണ്ണ് ഷോർട്ട്, അതിലേക്ക് നമ്മൾ 2 ഇട്ടിട്ട് പൊട്ടിക്കണ സാധനമല്ലേ,
അത് നമ്മുടെ RRRത്തെ സാധനം. അത് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ എനിക്ക് ടോർച്ച് മരത്തൊരു സാധനം എത്തി. അതൊന്നും ലൈറ്റ് കത്തില്ല കേട്ടോ. ഈ ഗോൾഡ് അപ്ഗ്രേഡ്. പിന്നെ ഈ ഫമാസ് ഉണ്ടല്ലോ, അത് നമ്മൾ ട്രെയിൻ ചെയ്യാനൊക്കെയാണ് തോക്കായിരുന്നു കേട്ടോ ഈ ഗെയിം തുടങ്ങുമ്പോൾ. പിന്നെ റെമിങ്ടൺ, അത് ഈ ഷോർട്ട് ഗൺ തന്നെ, ഷോർട്ട് ഗണ്ണ്. അതിൻ്റെ ഇത്തിരി അപ്ഗ്രേഡ് ഒരു സാധനം ബ്ലാക്ക് കളർ അടിച്ചിട്ട് കേട്ടോ. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ, വേറൊരു കളർ ചേർത്തിട്ട് അത്ര തന്നെ. പിന്നെ AK-47 ഉണ്ട് കേട്ടോ ഗൈസ്. AK-47 ഒക്കെ ഗോൾഡ് വേണം ഗൈസ്. അത് പക്ഷേ ഗോൾഡാണ് ഇത്തിരി വില കൂടുതൽ, അതുകൊണ്ട് അത് സേവ് ചെയ്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും. പിന്നെ പ്ലാസ്മ ഷോട്ട് ഗൺ, അത് ഈ ഷോട്ട് ഗൺ ഉണ്ട്, ഈ ഏലിയൻസ് ഉപയോഗിക്കുന്ന ഷോട്ട് ഗൺ. പിന്നെ P90 മാത്രം ഞാൻ വാങ്ങിയത്. P90 ഷോട്ട് ഗണ്ണും ഷോർട്ട് ഗണ്ണും. P90 നിഞ്ചകാർ ഉപയോഗിക്കണ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത്. പിന്നെ വെക്ടോർ എനിക്കൊരു നറുക്കെടുപ്പിൽ തന്നെ കിട്ടിയത്. നറുക്കെടുപ്പിൽ തന്നെ ഒരുവിധം തോക്കുകളൊക്കെ എനിക്ക് കിട്ടിയത്. വെക്ടോറിന് ആണ് പവർഫുള്ള് ഇപ്പം നറുക്കെടുപ്പിൽ കിട്ടിയതിൽ. പിന്നെ ക്രോസ് ബോ അല്ല, സ്പെഷ്യൽ തോക്കുകൾ. അതിൽ ഒപ്റ്റിക് റൈഫിലായിരുന്നു ആദ്യത്തെ തോക്ക്. ഇപ്പോൾ ഒപ്റ്റിക് റൈഫിൾ മാതിരി തന്നെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. LMG കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. LMG എനിക്ക് നറുക്കെടുപ്പിൽ കിട്ടിയതാട്ടോ. ഒക്കെ നറുക്കെടുപ്പാണ് ഗൈസ്. ആകെ ഇത്രയൊക്കെ ആയിരിക്കും ഞാൻ വാങ്ങിയിട്ട്. LMG 249 52+16 ആണ് അപ്ഗ്രേഡ് കിട്ടുക. ഇനി ഹണ്ടർ റൈഫിൾ, അത് ഒരു മിഷൻ ചെയ്ത് കിട്ടിയതാണ്. ഗ്രീനേഡ് ലോഞ്ചർ ഈ RPG വേറൊരു ടൈപ്പ് മാതിരി പറയാം നമുക്ക്. നമ്മുടെ ബോംബ് ഇട്ടിട്ടാണ് ഇത് സാധനം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുക. പിന്നെ ടോക്സിക് ഫ്ലെയിം, ഇത് നമ്മുടെ വിഷത്തോക്കെന്ന് പറയില്ലേ, ഇതടിച്ചാൽ ഇത്തിരി നേരം കഴിഞ്ഞാൽ ആൾ ചാവും. പിന്നെ ക്രോസ് ബോ നമ്മൾ ഹെഡ് ഷോട്ടിൽ ഒറ്റയടിക്ക് ചാവും. പക്ഷെ നമ്മൾ ഇങ്ങനെ നന്നായി എയിം ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഗോൾഡ് തന്നെ വേണം. ഇത് നറുക്കെടുപ്പിൽ കിട്ടിയതാണ് ഒരു ഭാഗ്യത്തിന്. ഗോൾഡ് വെച്ച് വാങ്ങേണ്ട ഒരു സാധനമായിരുന്നു ഇത് ഗൈസ്. അപ്പോൾ ക്രോസ് ബോ എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ലൈറ്റ് മെഷീൻ ഗൺ ഇതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ആകെ 25 ഉള്ളൂ. എന്നാൽ ഞാൻ തോക്കിൽ ഫാൻ തന്നെയാണ് ഗൈസ്. പക്ഷെ തോക്കിലുണ്ടല്ലോ, ഞാനിപ്പോൾ ഈ പൈസ സേവ് ചെയ്യണം, ഞാൻ വണ്ടി വാങ്ങാനാട്ടോ ഗൈസ്. അപ്പോൾ വണ്ടി കളക്ഷൻ കാണിച്ചു തരാം. ഇത് റോക്കറ്റ് ലോഞ്ചറാണ്, RPG എന്ന് പറയുന്ന സാധനം. 156 ആണ് ഇതിൻ്റെ പവർ എന്ന് തോന്നുന്നു. പിന്നെ ആർമർ സെക്ഷനിൽ ഈ പാൻറ്റ മാസ്ക് ഇട്ടാണ്ട് നിങ്ങൾക്ക് ആരാണെന്നത് മനസ്സിലാവാനായിരുന്നു. പിന്നെ വുമൺസ് ഷൂ, അതിനാണ് കേട്ടോ ഗൈസ് പവർ കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ ഇതിട്ടേക്കണത്. അല്ലാതെ ഫയർ ഫൈറ്ററിൻ്റെ ഷൂവിന് ആകെ 7 ഉള്ളൂ, അപ്ഗ്രേഡ് ചെയ്ത് 8 ആവുള്ളൂ. പിന്നെ ഈ റീബ്ലൂക്ക് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു റീബുക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ ഒരു ബ്രാൻഡ്, അതിൻ്റെയാണ് കേട്ടോ. അതാണ് ഏറ്റവും പവർ കുറഞ്ഞത്. അതിനാകെ 3 ഉള്ളൂ ഡിഫൻസ്. പിന്നെ വണ്ടി സെക്ഷൻ, വോൾസ്വാഗൺ, ഇതാണ് കേട്ടോ എൻ്റെ ആദ്യത്തെ വണ്ടി. ഇത് ലംബോർഗിനിയാണ്. ലംബോർഗിനി ഞാൻ അപ്ഗ്രേഡ് ചെയ്താലേ കിട്ടുള്ളൂ ഗൈസ്. പിന്നെ വോൾസ്വാഗൺ, ഇതിന് വാസ് നട്ടേക്കണം ഗൈസ്. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ വാങ്ങിയൊരു വണ്ടി ഇല്ലാത്ത സമയത്ത്. പിന്നെ എനിക്ക് രണ്ടാമത് വാങ്ങിയതാണ് ഈ റോൾസ് റോയ്സ് കിട്ടുക ഗൈസ്. ഈ റോൾസ് റോയ്സും വണ്ടികളിലൊക്കെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിയത് തന്നെ നറുക്കെടുപ്പിൽ കിട്ടിയതല്ല. വണ്ടികളൊക്കെ പൈസ കൂടിയപ്പോൾ ഞാൻ വെറുതെ ഒരു കാര്യമില്ല അത് വാങ്ങിച്ച് കൂട്ടിയതാണ്. പിന്നെ വോൾസ്വാഗണിൻ്റെ ഇതിൽ ഞാൻ എൻജിനും ടർബൈനും മാത്രം അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലേ. റോൾസ് റോയ്സിൽ ഒന്നും അപ്ഗ്രേഡഡും അല്ല. അപ്പോൾ റോൾസ് റോയ്സ് ആണോ ഇത് മിനിക്സ് ആണോ എന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല. ബവാരിയ, ഇത് നമ്മുടെ BMW കേട്ടോ. BMW ബവാരിയ എന്നിട്ടേന്. ക്യൂബ് നിങ്ങൾക്ക് കണ്ടുണ്ടാവുമെന്ന് അറിയില്ല. ഇത് നമ്മുടെ MGയുടെ ഒരു ഇലക്ട്രിക് വണ്ടിയില്ലേ, ഒരു പുതിയത് ഇതാട്ടോ. പിന്നെ ഇത് ബഫല്ലോ ആദ്യം ഞാൻ വെച്ചു ഇത് ഏത് വണ്ടിയാണെന്ന് മനസ്സിലായില്ല കേട്ടോ. പക്ഷെ നമ്മളെ GTA5 ഗെയിം ഉണ്ടല്ലോ, ഫ്രാങ്ക്ലിൻ വാങ്ങിയ വണ്ടിയാണ് ബഫല്ലോ. ഇത് പിന്നെ ആദ്യത്തെ വണ്ടിയായിരുന്നു കേട്ടോ ഈ ബഫല്ലോ നമുക്ക് ട്രെയിൻ ചെയ്യിച്ചത്. പിന്നെ ബാക്കി മിനിക്സ്, വോൾസ്വാഗൺ, BMW, ബഫല്ലോ, ക്യൂബ്, ഇതൊക്കെ ക്ലാസിക് വണ്ടികൾ. ഈ ബഗി മാത്രം റാമിൽ പെട്ടതാട്ടോ. പിന്നെ ഗൈസ് നമ്മുടെ മിനി കൂപ്പർ എന്നതിൽ ഇട്ടേക്കണ പേരാണ് നിങ്ങൾ കാണുന്നത്. മിനി കൂപ്പറിനാട്ടോ ഇട്ടേക്കണത്. സ്പീഡാകെ 135 620 ഡ്യൂറബിലിറ്റിയും, കൺട്രോളാകെ 310. ഈ വോൾസ്വാഗനും കളേഴ്സ് ഉണ്ട് കേട്ടോ തോന്നെ, പിങ്ക്, പോലീസിൻ്റെ കളറൊക്കെ. പക്ഷേ മിനി കൂപ്പറിന് ആകെ ഒറ്റ കളറുള്ളൂ ഗൈസ്, അതാ ലവിൻ്റെ ഒക്കെ ടൈപ്പ്.
പിന്നെ ഇതും നമ്മുടെ മിനിക്സ് റോൾസ് റോയ്സ് അതിന് ഈ കളറൊക്കെ ബ്രിട്ടൻ്റെ ഒക്കെ കളറാണ്. പിന്നെ BMW എനിക്ക് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന കളർ നറുക്കെടുപ്പിൽ കിട്ടിയത്. മുമ്പത്തെ കളറും ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കളർ തന്നെയായിരുന്നു നമ്മുടെ മറ്റേ അവസാനം കാണിച്ച പെയിൻറ്റിന് ഒപ്പം ഇതായത് തന്നെ അതിലേക്ക് ചേരുന്നത്. അതുകൊണ്ട് ആ പെയിൻറ്റ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചില്ല. ഗോൾഡ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിലുള്ളതാട്ടോ. പിന്നെ ബഫലോയിലത്തെ ഈ റെഡ് കളർ പെയിൻ്റാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗൈസ്. അപ്പോൾ പിന്നെ ഗൈസ് ഈ പിങ്കൊക്കെ ഉണ്ട്, പർപ്പിള്, ബ്ലൂ ഇങ്ങനെ വരെയൊക്കെ ഇട്ടായിട്ട് ഇതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫെറ്റാലിറ്റി അതാണ് കേട്ടോ എൻ്റെ ഗോൾഡ് വണ്ടി. ഗോൾഡിലത്തെ ആദ്യത്തെ വണ്ടിയൊന്നുമല്ല, ഗോൾഡ് വെച്ചിട്ട് വാങ്ങിയൊരു ആഗ്രഹംപ്പെട്ട ഒരു വണ്ടി. ഈ വണ്ടി നമ്മുടെ GT വൈസിറ്റിയിൽ കണ്ടിട്ടുണ്ടാവും. ടോമി ഒരു ശവപ്പെട്ടി കൊണ്ടുപോകുന്ന വണ്ടി, ആ വണ്ടിയായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനത് വാങ്ങിയത്. ഒറ്റ പ്രാവശ്യം കേട്ടോ അപ്ഗ്രേഡ് ചെയ്തേക്കുന്നത്. ഇത് ക്ലാസിക്കിൽ എപ്പിക്ക് വണ്ടിയാണ് കേട്ടോ ഗായ്സ്. ഒറ്റ പ്രാവശ്യം ഞാൻ അപ്ഗ്രേഡ് ചെയ്ത്. ഇപ്പം ബാക്കിയെല്ലാം അത് ഗോൾഡ് വെച്ചിട്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യുന്നു. ഗോൾഡ് വെച്ച് വാങ്ങിയ വണ്ടി ആയതുകൊണ്ടാണ് തോന്നുന്നു ഗായ്സ്. അപ്പോൾ ഗായ്സ് ഇനി വേറെ വണ്ടിയിലേക്ക് നമ്മൾ നോക്കാം. അപ്പോൾ ഗായ്സ് എന്തോ പോകാൻ പറ്റില്ലേ ഗായ്സ്? പോയി. ഞാൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഗായ്സ്. ഇതാണ് കേട്ടോ ഫോണിൻ്റെ പ്രശ്നം. അങ്ങനെ വെറുത്തൊരു കാര്യമില്ല, സ്റ്റക്കാവുന്ന പറയുന്നത്. സ്റ്റക്കായിട്ട് ഇത് എന്താ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല ഗായ്സ്. റെഡി ഗായ്സ്. ഇനി നമുക്ക് കിടക്കാം. ഇതിലെനിക്ക് G-Wagon ആട്ടോ വില കൂടിയ വണ്ടി. ഞാൻ പൈസ കൂടിയാൽ വാങ്ങിയേക്കണത്. ഇതിൽ 45,000 ഞാൻ വാങ്ങിയത്. 45,365 അങ്ങനെ വാങ്ങിയതാട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ പോർഷെ, ബെന്റ്ലി ഒക്കെ ഉണ്ട്. ഈ മസിൽ കാർന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവില്ല കേട്ടോ. അതാ ബാക്ക് നോക്ക്. ഇത് നമ്മുടെ മുസ്താങ് ആയിരുന്നു കേട്ടോ. മുസ്താങ്ങിൻ്റെ പഴയ മോഡലല്ല, പഴയ മോഡലിന് ബേസ്ഡ് ആയിട്ട് വരുന്ന തോന്നുന്നു ഗൈസ്. പിന്നെ പോർഷേനെ പോർഗിറ 91. പിന്നെ മസിൽ കാർ ഗൈസ്. ഞാൻ ഇനി അടുത്ത വണ്ടി ഏതാ വാങ്ങേണ്ടതെന്ന് നിങ്ങൾ പറയണം ഗൈസ്. പോർഷെ 91 അതോ മസിൽ കാറോ നിങ്ങൾ പറയണേ. എനിക്കിപ്പോൾ 22,559 ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ വാങ്ങേണ്ട വണ്ടി ഏതാണ്. ഇപ്പോൾ ഗൈസ് നമ്മളവിടെ ഒരു ചുവപ്പ് വണ്ടി കണ്ടിട്ടുണ്ടാവില്ലേ? ഗൈസ് അവിടെ ഒരു ചുവപ്പ് വണ്ടി, ആ വണ്ടി ബെന്റ്ലിയാണ് കേട്ടോ. ബെന്റ്ലിയുടെ പ്രീമിയർ. ഞാൻ ബെന്റ്ലിയുടെ പ്രീമിയർ വാങ്ങണമെന്ന് ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വേണ്ടാന്ന് വെച്ച് G-Wagon കിടക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. G-Wagon ഞാൻ അപ്ഗ്രേഡ് ആക്കിയിട്ടില്ല. ഇത് റാമിലത്തെ റെയർ വണ്ടിയാണ്. ഇതിലെനിക്ക് ഈ പെയിൻറ്റുകൾ ഇതൊക്കെ കേട്ടോ ഈ വണ്ടിയുടെ. ഈ ഒരു റെഡ് കളർ അതിൻ്റെ ലൈറ്റ് കണ്ടല്ലോ നിങ്ങൾ. ഈ ബ്ലാക്കിൽ നോക്കുമ്പോഴും അതിൻ്റെ ലൈറ്റ് ഒരു സാധാരണ, പിന്നെ മുകളിലുണ്ട് അതിൻ്റെ ലൈറ്റ്. പക്ഷേ ഈ കളർ എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഗോൾഡ് നമ്മുടെ എപ്പോഴും നമ്മൾ റോബ്ലോക്സിലൊക്കെ കളിക്കുമ്പോൾ കണ്ടുള്ള പെയിൻ്റാണ്. പിങ്കൊന്നും വേണ്ട ഗൈസ്. പിന്നെ വൈറ്റാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗൈസ്. അപ്പോൾ ഈ ബ്ലാക്ക് റെഡും എനിക്ക് ഇഷ്ടമായെന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്ര. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലൈറ്റ് കണ്ടില്ലേ, ഒരു ബോക്സ് മറ്റേ ഗോൾഡ് ആയാലും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ആകെ വൈറ്റ് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പെയിൻറ്റ്. അതിന് പക്ഷെ ഗോൾഡ് കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ലംബോർഗിനി ഞാൻ ഇന്നലെ വാങ്ങിയതാണ് ഗൈസ്. അത് പക്ഷേ അപ്ഗ്രേഡ് ചെയ്താലേ എനിക്ക് ശരിക്കും കിട്ടുള്ളൂ. G-Wagon വരെ ഉള്ള വണ്ടികൾക്കൊന്നും അപ്ഗ്രേഡ് ചെയ്താൽ ഒന്നും വരില്ല കിട്ടും നമുക്ക്. പക്ഷെ ലംബോർഗിനിയാണ് വരാത്തത്. ലംബോർഗിനി തൊട്ടിട്ട് ബാക്കിയെല്ലാതും. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് കൊമറ്റ് വാങ്ങണമെന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. കൊമറ്റ് ഞാനിപ്പോൾ തന്നെ വാങ്ങണില്ല. പിന്നെ ബൈക്കിൻ്റെ സെക്ഷനിലേക്ക് കിടക്കാൻ ഇത് പോലീസ് മോട്ടോ, അതാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ബൈക്കിൽ ആദ്യം ഞാൻ വാങ്ങിയത് തന്നെ. ഇത് എനിക്ക് നറുക്കെടുപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഗിയർ ബോക്സിൻ്റെ ഇത് ഗൈസ്. ഇപ്പോഴാണ് ഞാൻ കൊടുത്തത്. പിന്നെ സസ്പെൻഷനിൽ കൺട്രോൾ കിട്ടും. പിന്നെ ഡ്യൂറബിലിറ്റി ഈ ഫ്രെയിമിലും. പിന്നെ എൻജിൻ ഇങ്ങനത്തെ കേട്ടോ. എൻജിനിലാകെ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. പിന്നെ ടാങ്ക് T70, T34, പിന്നെ അതൊന്നും എനിക്കറിയില്ല. പിന്നെ റോബോട്ടുകളുണ്ട് കേട്ടോ, ടൈറ്റൻസ്, ബ്ലോക്ക് ഫയർ, പിന്നെ റോക്കറ്റ് ബോട്ട്,
റോബോട്ട് എനിക്ക് എത്ര പേടിയില്ലായിരുന്നു പറയാം ഗൈസ്. ഈ ബാർ മാറ്റട്ടെ. അപ്പോൾ ഗൈസ് പുറത്ത് കിടന്നു. അപ്പോൾ ഗെയിമിൽ കയറുക. ഗൈസ് ചെസ്റ്റ് നമുക്ക് നോക്കണ്ട ഗൈസ്. എനിക്ക് ഈ തോക്കും ആർമറും പൈസയും ഗോൾഡും ഈ 4 കാര്യങ്ങളത്തെ ഏതെങ്കിലും ഒന്നും കിട്ടിയാൽ മതി ഗൈസ്. ഈ ബെററ്റൊക്കെ റെയറാണ് ഗൈസ്. ബെററ്റൊന്ന് 2 കിട്ടില്ലേ, ഡുവൽ ബെററ്റ് നമ്മൾ കണ്ടില്ലേ, അത് ഡുവൽ പിസ്റ്റലായിരുന്നു. പിന്നെ ബഗി, ഈ കളറുള്ള ബഗി കളറല്ല കേട്ടോ, ഇത് ബഗി തന്നെയാണ്, ഒറിജിനൽ ബഗി. നേരത്തെ കണ്ടത് അതിൻ്റെ പെയിൻ്റ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഗൈസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് എനിക്ക് ഗോൾഡ് കിട്ടിയാൽ മതി ഗൈസ്. ഈ പൈസ അല്ലെങ്കിൽ ഗോൾഡ് കിട്ടിയില്ല വെച്ചെങ്കിൽ എന്തായാലും ഒരു ബോംബെങ്കിലും കിട്ടും ഗൈസ്. ബോംബ് കിട്ടി മടുത്തു ഗൈസ്. ബോംബിൻ്റെ കളക്ഷൻ തന്നെ എൻ്റെ കയ്യിൽ കൂടുതലാണ്. പിന്നെ ഗൈസ് നിട്രോ, അത് അതിനും കിട്ടും ഗൈസ്. ഈ നിട്രോ ഒരു യൂസും ഇല്ല. ഇത് റോക്കറ്റ് ബോൾ എന്ന് പറഞ്ഞൊരു മിഷന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് എത്ര കിട്ടിയാലും കാര്യമില്ല. നമുക്ക് അത് കളിക്കണം വെച്ചെങ്കിൽ സ്റ്റേബിൾ വേണം ഗൈസ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ വയ്ക്കട്ടെ. യെസ് ഗൈസ് തുടങ്ങി ഗൈസ്. വല്ല കാറും കിട്ടിയാൽ നല്ലത്. ആ തോക്കെങ്കിലും കിട്ടിയ ഗൈസ് എനിക്ക് നല്ലതായിരുന്നു. ഈ ബോംബ് തന്നെ ഗൈസ് എപ്പോഴും കിട്ടുക മോലോട്ടി കോട്ടയിൽ. അപ്പോൾ ഗൈസ് തോക്കൊന്ന് മാറ്റട്ടെ. അപ്പോൾ ഗൈസ് ഇതിലൊന്ന് ഈ ഗെയിം മോഡലുണ്ട്: ടീം ബാറ്റിൽ, ഫ്രീ ഫൈറ്റ്, സിംഗിൾ മിഷൻ, ബാറ്റിൽ റോയൽ, ടീം ഷൂട്ടർ, സോംബി റഷ്, ഗാർഡ്സ് ആൻഡ് പ്രിസണേഴ്സ്, സ്കൈ സ്ക്രാപ്പേഴ്സ്, പിന്നെ ടൈറ്റൻ റോബോട്ട്സ്. സോറി ഇത് അറിയാതെ തട്ടിയതാണ്. പിന്നെ ടൈറ്റൻ റോബോട്ട്സ്, റോക്കറ്റ് ബോൾ, പിക്സൽ മോൺ, ടാങ്ക്ലാഷ്. ഇത് പിന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. ഒന്ന് നോക്കി പോട്ടെ. ഈ റോക്കറ്റ് ബോളിലാണ് കേട്ടോ നമ്മൾ നിട്രോ ഉപയോഗിക്കുന്നത് ഗൈസ്. ഈ പിക്സൽ മോൺ എന്തോ ആനിമൽസിനെ പിക്ക് ചെയ്യുന്നതാണ്. പിന്നെ സ്ട്രീറ്റ് റേസ്, റോബോട്ട് ക്ലാഷ്, ടാങ്ക്ലാഷ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന സ്ട്രീറ്റ് റേസും സ്കൈ സ്ക്രാപ്പേഴ്സും. അപ്പോൾ ഗൈസ് വേറെ തോനെ ഞാൻ ഇടുണ്ടാവും ഇതിൻ്റെ ഗെയിം മോഡ്സിൽ തന്നെ. അപ്പോൾ ഗൈസ് സ്കൈ സ്ക്രാപ്പേഴ്സാണ് കളിക്കുന്നത്. സ്കൈ സ്ക്രാപ്പേഴ്സ് കളിക്കാം ഗൈസ്. ഞാൻ തോക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, അറിയാതെ വളരെ സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോക്സിക് ഫ്ലെയിം എടുക്കാം നമുക്ക്. ക്രോസ് ബോ നമ്മളിങ്ങനെ നന്നായി എയിം ചെയ്ത് പിടിക്കണം. അപ്പോൾ ടോക്സിക് ഫ്ലെയിം എടുത്തു. ഷോർട്ട് ഗണ്ണ് തന്നെ മതി, ഷോർട്ട് ഗണ്ണ്. പിന്നെ പിസ്റ്റൽ ഓക്കെ. പിന്നെ ബോംബ് സെൻസർ മൈന് ഓക്കെ. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഈ ഫ്രീ സ്ക്രീനിൽ നമ്മൾ ഗോൾഡ് കൊടുത്തിട്ട് തന്നെ വാങ്ങണം. അപ്ഗ്രേഡ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ മോലോട്ടി കോക്ടെയിൽ എടുക്കാം. എടുത്തു ഗൈസ്, നമ്മളെടുത്തു. അപ്പോൾ നമുക്ക് ഇനി പ്ലേ ചെയ്യാം. പ്ലേ കൊടുക്കാം ഗൈസ്. ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. മൾട്ടിപ്ലെയറും കളിക്കാണ്ടോ അതിൽ ഗൈസ്? മൾട്ടിപ്ലെയറും നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നമുക്ക് കളിക്കാൻ എടുക്കാം. 2 പേരാണ് നമ്മുടെ ടീമിലുള്ളത്. തോൽക്കാതിരുന്നാൽ മതി. നമ്മുടെ ഫ്രാഗിൽ കളിച്ച മതി ഗൈസ്. തോൽക്കാതിരിക്കണേ ഗൈസ്. ഇവരെ മേത്തി കടിക്കാൻ കിട്ടണില്ല ഗൈസ്. ഈ കളി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ചാവും ചെയ്തു ഗൈസ്. ടോമി വെസ്ലി ഞാൻ അവനെ കൊന്നു ഗൈസ്. ജിതേന്ദ്രയെ ഇതേത് കളിക്കാരനാണെന്നറിയില്ല കേട്ടോ ഗൈസ്. ഈ ജിതേന്ദ്ര എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതുണ്ടല്ലോ, എൻ്റെ കൂട്ടുകാരൻ്റെ ക്ലാസ്സിലുണ്ടല്ലോ ഒരു കുട്ടിയുടെ പേരാണ് ജിതേന്ദ്ര ഗൈസ്. അവനെ അവനെ കൊന്നു ഗൈസ്. അവനെ ഓടിച്ച് കിട്ടുന്നില്ല ഗൈസ്. പിന്നെ നമുക്ക് ബ്ലോക്ക് എടുക്കണം ഗൈസ്. ബ്ലോക്ക് എടുത്തില്ല വെച്ചെങ്കിൽ നമ്മൾ പെടുകയും ചെയ്യും ഗൈസ്. എന്നാലേ നമ്മുടെ ബ്രിഡ്ജ് ഉണ്ടാക്കി പോകുള്ളൂ. ഒരെണ്ണം കിട്ടിയിട്ട് ഞാൻ അപ്പോൾ ഒഴുകുകയും ചെയ്തു ഗൈസ്. പെട്ടെന്ന് ഈ ജിതേന്ദ്രനെ ഒന്ന് കൊല്ലാം. ജിതേന്ദ്രനെ കൊന്നു ഗൈസ്. അവനായത് ഒരാൾ അല്ല, അവൻ തന്നെ അവനെ കൊന്നു. വൈ കിൽഡ് ഹോട്ട് ബ്രോ. ആരാണാവോ ഗൈസ്? ആരിപ്പോൾ കൊന്നുന്നില്ല. ജിതേന്ദ്രയെ അവൻ റിവെഞ്ച് എടുത്തിട്ടുണ്ടാവും എൻ്റെ അടുത്ത് അത്ര തന്നെ. ഇവിടെ നിലത്ത് വീണ പണി ഗൈസ്. ഇവിടെ ബാക്ക് ഫ്ലിപ്പ് ഫ്രണ്ട് ഫ്ലിപ്പ് അടിച്ചടിച്ചിട്ട് ഞാൻ പോണു ജമ്പ് ചെയ്തിട്ട്. ഗൈസ് ഹെൽത്തിൻ്റെ ബാർ കിട്ടി ഗൈസ്. ഇവനെ കൊല്ലാം ഗൈസ്. ഇവനൊക്കെ
ആരിപ്രാവശ്യം കൊന്നത്? ഈ ജിതേന്ദ്രൻ തന്നെയാണല്ലോ കൊന്നത്. ഒരു പ്രാവശ്യം കൊന്നത് മതിയില്ലേ? ഓഫ് ഗായ്സ്, കിട്ടണില്ല ആരെയും. ഗായ്സ് എനിക്ക് ആ ബ്ലോക്ക് എടുത്താൽ ഗായ്സ് ധാരാ. ഓഫ്, ഈ ജിതേന്ദ്രനെ 3 പ്രാവശ്യം കൊന്നല്ലോ ഗായ്സ്. അല്ല, ഇവരെന്താ നോക്കിക്കണ്? ഓഫ്, അവനാണ് നോക്കിക്കുക. ഞാൻ ഈ വഴി കൂടെ ഒന്ന് പോയ ഗായ്സ്. ഈ വഴി കൂടെ പോയാൽ നമുക്ക് മെല്ലെ പോയി രക്ഷപ്പെടാം. ഡിഫീറ്റാ? ഷടാ, സമയം കഴിഞ്ഞിട്ട് അവൻ ഡിഫീറ്റ് ചെയ്തു നമ്മളെ. പിന്നെ നമ്മൾ ഈ കളിയിൽ തോറ്റു ഗായ്സ്. കുഴപ്പമില്ല, നമുക്കൊന്നുകൂടി കളിച്ച് നോക്കാം. പ്ലേ. ഓക്കെ ഗായ്സ്, ഒന്ന് ലോഡായി കിട്ടാൻ തന്നെയാണ് എത്തി പണിവിട്. യെസ്, കിട്ടി. ഇനി 2 ബാറ്റിൽ 2-2 പ്രാവശ്യം ജിതേന്ദ്രല്ല കേട്ടോ ഗായ്സ്. അപ്പോൾ ഗായ്സ് നമുക്ക് പോവാം. ഈ സാധനത്തിൽ കൂടെ ചാടി ചാടി പോവും. ആരും അങ്ങോട്ട് വെടിയിച്ചിട്ടുണ്ട് ഗായ്സ്. ഗായ്സ്, എൻ്റെ മേത്തേക്ക് ബോംബെറിയുണ്ട് കേട്ടോ. ഒത്തിരി എറിഞ്ഞു. എനിമി ടീം ഹാസ് ആൻ അഡ്വാൻറ്റേജ് ഗായ്സ്. അവനെ കൊന്ന അപ്പോഴേക്കും എന്നെ അപ്പോഴേക്കും വൈകി. മറ്റെന്തെങ്കിലും റോക്കറ്റ് ലോഞ്ചർ ഉണ്ട് ഗായ്സ്, അത് വെച്ച് അവന് ഉപയോഗിക്കുന്നില്ല ഗായ്സ്. ഭാഗ്യം. ഇവിടെ അടുത്തുണ്ടായിരുന്നു. അല്ല, ഇവനെന്തിനാ തന്നെ ചാവുന്നു, ആത്മഹത്യ ചെയ്യുന്നത്? നന്നായി, ആ ബ്ലോക്ക് കൊണ്ടുപോയില്ല. അതേ വന്നു എന്നെ കൊന്നവൻ. ഗായ്സ്, ഓഫ് എൻ്റെ പൊന്നെ. പിന്നിക്ക് പോയിട്ട് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകുന്നു ഗായ്സ്. ഗായ്സ്, ഇവിടെ ഉണ്ടാവും ആള് പോയാ? ഷടാ, അവനെ ഓടിച്ച് പിടിക്കണമല്ലേ പണി. ഉഫ്, ഇവിടെ ഒക്കെ ഞാൻ തീയിട്ട് നിറയ്ക്കണം തോന്നുന്നു ഗായ്സ്. അപ്പം അവനവിടെ എടുത്ത് വെച്ചു. ഷടാ, ഇതിനും നമ്മൾ തോൽക്കുന്ന വിചാരിക്കുന്നു ഗായ്സ്. ഈ തോക്കെടുക്കാം. വിമാനകരം ഗായ്സ്. ഒറ്റ ചേട്ടൻ 3, 2, 1 ഗോ. ഇവൻ ചാവട്ടെ, അപ്പം നല്ലത്. ഉഫ്, അവൻ തന്നെ എൻ്റെ മേത്ത് വന്നു ചെയ്യൂ. പെട്ടെന്ന് അങ്ങോട്ട് ഡ്രിബിൾ ചെയ്ത് പോയ മാതിരി ഗായ്സ്. ഗായ്സ്, ഇവനൊന്നും ഇപ്പം ചാവട്ടെ. ഓ, അവൻ എന്തായാലും ചാവും എൻ്റെ കയ്യിൽ. ഇവിടെ എന്തോ ഒളിച്ച് കളി കളിക്ക്. ഓഫ്, അവൻ എന്നെ കൊല്ലും ചെയ്തു, ഞാൻ അവനെയും കൊല്ലും ചെയ്തു. അത് നന്നായി ഗായ്സ്. അങ്ങനെയെങ്കിലും ചത്തല്ലോ അവൻ. യെസ്, ഇപ്രാവശ്യം എന്തായാലും ഈ കളി വേണം ജയിക്കണേ. ഒരു പ്രാവശ്യം നമ്മൾ വിൻ ചെയ്യുന്നുണ്ട് ഗായ്സ്. ഷോർട്ട് ഗൺ എടുക്കാം നമുക്ക്. ഷോർട്ട് ഗൺ എടുത്ത് അവനെപ്രാവശ്യം ഞാൻ അവനെ കൊല്ലും ചെയ്തു, അവൻ എന്നെ കൊല്ലും ചെയ്തു. എടാ, ഇവനെന്താ മറ്റേ തലയിൽ ആ ബ്ലോക്ക് വെച്ചിട്ട് അവിടെ കുത്തിരി നിൽക്കണത്? എടാ, അവിടെ വയ്ക്കി. ഇതാണ് പ്രശ്നം. വെറുതൊരു കാര്യമില്ലാതെ അവിടെ വെറുതെ നിൽക്കുക. അവൻ ഞങ്ങളെ 2 പേരെയും കൊല്ലും ചെയ്തു. ഗൈസ്, ഒരു കട്ടം കൂടി കിട്ടിയ അവർക്ക് ഗോൾഡൻ ബ്ലോക്ക് കിട്ടും. ഗോൾഡൻ ബ്ലോക്ക് കിട്ടിയ കട്ടെടുത്താൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഗൈസ്. ഓഫ്, അവൻ നമ്മളെ വീട്ടിൽ വെച്ച ഗൈസ്. ഒന്ന് പ്രാവശ്യം ജയിച്ചാൽ മതി ഗൈസ്, എനിക്ക് എങ്ങനെയായാലും ഗൈസ്. ഒരാളവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകണം. അവൻ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ആ റോക്കറ്റ് ലോഞ്ചർ അവനായിട്ട് ഉപയോഗിക്കുന്നില്ല, വെറുതെ അവിടെ ഉപയോഗിക്കാതിരിക്കുക ഗൈസ്. പോലെ ഗൈസ്. ഈ ഫോൺ സ്റ്റക്കായ അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്ത മാതിരി അവസ്ഥയായി. ഞാൻ ഒരു കില്ല ചെയ്തതിൻ്റെ എനിക്ക് പൈസ കിട്ടി ഗൈസ്. ഈ മാച്ചിൽ എന്തായാലും നമ്മൾ തോറ്റു ഗൈസ്, സ്കൈ സ്ക്രാപ്പേഴ്സിൽ. അപ്പോൾ ഗൈസ്, നമുക്ക് റേസിൽ എന്തായാലും ജയിക്കാം ഗൈസ്. നമ്മൾ ഗൈസ് വണ്ടി ഒന്നും മാറ്റട്ടെ, ഫാറ്റിലിറ്റി വേണ്ട. 145 നമ്മൾ വയ്ക്കുക. അത് വെച്ചാൽ നമ്മുടെ വോൾസ് വാഗൻ
ഇത് ചീവി, ഇതാണ് ഇത് മസിൽ കാറല്ല, ഇത് നമ്മുടെ മുസ്താങ് തന്നെ. ഇത് സിറ്റി പിന്നെ എസ്കേപ്പ്. ഈ 2 വണ്ടിയിലും അവിടുത്തെ ലോക്കൽ വണ്ടികളാട്ടോ. നമ്മൾ സിംഗിൾ മിഷൻ കളിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടികൾ നമുക്ക് ഓടിക്കാനൊക്കെ പറ്റും ഫ്രീ ആയിട്ട്. മൈക്ര, നമ്മുടെ നിസാൻ മൈക്ര ഉണ്ടല്ലോ അത്. പിന്നെ മൈക്രയുടെ ഇൻഫോർമേഷൻ നോക്കാം. ഇത് ഏതൊരു ഇൻഡോനേഷ്യൻ വണ്ടി കേട്ടോ. ജീവിക്ക് സിറ്റി പിന്നെ എസ്കേപ്പിന് ഇൻഫോർമേഷൻസ് ഇല്ല. എസ്കേപ്പിന് ഇൻഫോർമേഷൻ ഓഫ് ഗൈസ് സ്റ്റക്കായി. കുഴപ്പമില്ല, കളിക്കാൻ നമുക്ക് കളിക്കാൻ പോകും. വോൾസ്വാഗൺ എടുക്കാം ഗൈസ്. വോൾസ്വാഗൺ എടുത്തു. റാൻഡം മാപ്പ്, ഏതെങ്കിലും മാപ്പ് കിട്ടിയാൽ നമുക്ക് കുഴപ്പമില്ല. ലോഡിങ് ആണ് ഗൈസ്. ലോഡിങ് വന്നു ഗൈസ്. 4 പേരുണ്ട് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. മാപ്പ് മാറിയോ? ആകെ 3 പേരുള്ളൂ. ഇപ്പോൾ വരികയാണ്. 3, 2, 1 ഗോ. യെസ് നമുക്ക് ഇങ്ങനെ ആക്സിലേറ്റർ ചവിടാൻ ഗൈസ്. അപ്പം അത് സ്റ്റക്കായി ഗൈസ്. ഇതാണ് പ്രശ്നം ഈ ഫോണിൻ്റെ. വെറുതെ ഒരു കാര്യം അത് സ്റ്റക്കാവും. അടിച്ച് തന്നെ അവിടെ ഇട്ടു എന്നുള്ളതാണ് ഗൈസ്. ഞാൻ കൺട്രോൾ അപ്ഗ്രേഡ് ചെയ്യാത്തതുകൊണ്ട് ഇതൊരു ഡ്രിഫ്റ്റുകാർ മാതിരിയാണ് കേട്ടോ ആയിരിക്കുന്നത്. എസ്കേപ്പിൽ എന്തായാലും തോൽപ്പിക്കാൻ പറ്റും ഗൈസ്. മാറിക്ക് എന്താ കാണിക്കുന്നത് കുത്തിരുന്നിട്ട്. അവൻ അങ്ങനെ തോൽപ്പിച്ചു ഗൈസ്. കണ്ടില്ലേ ഡ്രിഫ്റ്റായി പോണു അങ്ങനെ കറക്റ്റായിട്ട്. കണ്ടില്ലേ കറക്റ്റായിട്ട് ഡ്രിഫ്റ്റായി. ഗൈസ് അവൻ അവിടെ അടിച്ചിട്ടുണ്ട് ഗൈസ്. യെസ്, അങ്ങനെ നമ്മൾ ഷോർട്ട് കട്ടിൽ കൂടെ ചെറുവഴി കൂടെ അങ്ങനെ അവനെ തോൽപ്പിച്ചു ഗൈസ്. ലാപ്പ് 2 വരെ ഉണ്ട്. അതുകൊണ്ട് ലാപ്പ് 1 ഞാൻ ജയിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എങ്ങനെയായാലും എനിക്ക് ലാപ്പ് 2 ജയിച്ചാൽ മതി ഗൈസ്. യെസ്, ഈ വഴി കൂടെ ഞാൻ പ്രോ ആണ് കേട്ടോ ഗൈസ്. പ്രോ എന്ന് പറഞ്ഞാൽ എപ്പോഴും അത്ര നല്ല ചില നേരത്ത് എന്തെങ്കിലും അങ്ങനെ സംഭവിക്കും ഗൈസ്. യെസ്, റിവേഴ്സ് എടുത്ത് അവൻ ഗൈസ്. ജയിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു ഈ റൂട്ടിൽ. റോൾസ് റോയ്സ് അപ്ഗ്രേഡാ തോന്നുന്നു. എനിക്ക് അതിൻ്റെ അടുത്ത് പോലും മുട്ടാൻ പറ്റുന്നില്ല ഗൈസ്. നേരത്തെ ഞാൻ മുട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്തോ ഒരു എഞ്ചിനെങ്കിലും അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ആ റോൾസ് റോയ്സിൻ്റെ. ഗൈസ് അവനടിച്ച പണിയായി. ഗൈസ് എങ്ങനെയാലും എത്തിയാൽ മതി. ഗൈസ് അവൻ എൻ്റെ റൂളെടുത്തേക്കാണ്. റൂളല്ല, എൻ്റെ സ്റ്റൈല് ഗൈസ്. അത് അവൻ ചെയ്താൽ എന്തോ ഒരു ഇതുമാതിരി ഗൈസ്. ഞാൻ പക്ഷെ അവൻ്റെ രീതിയായി പോയി. ഗൈസ് ഇടിച്ചിട്ട് ഗൈസ് ആ എസ്കേപ്പുകാരനെ കാണാൻ ചേട്ടോ. അതെങ്ങോട്ടാ പോയെന്ന് എനിക്കറിയില്ലേ ഗൈസ്. എങ്ങനെയല്ല ഇവിടെ എത്തിയാൽ മതി. ഇടിക്കല്ലേ. ഓക്കെ, നല്ല സ്പീഡിലുണ്ട്. 146 കിലോമീറ്റർ ഗൈസ്. എങ്ങനെ എത്ര ഗൈസ് എത്തി. സെക്കൻഡ് പ്ലേസ് ഗൈസ്. ഇപ്രാവശ്യം തോൽക്കും ചെയ്തു ഗൈസ്. എന്തായാലും ഗൈസ് ഇപ്രാവശ്യം ഞാൻ ഈ റേസിൽ ഫസ്റ്റ് ആവും ഗൈസ്. എന്തായാലും ഫസ്റ്റ് ഞാൻ വാങ്ങാൻ പോവുക ഗൈസ്. ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാം. യെസ്, 3, 2, 1 ഗോ. ഓക്കെ യെസ്. ഒത്തിരി കൂടുതൽ ആൾക്കാരുണ്ട്. സിറ്റിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു വണ്ടികൾ. യെസ് പോവാം. യെസ്, പ്രാവശ്യം ലാപ്പുള്ള ഗൈസ്. അതുകൊണ്ട് ഒത്തിരി സൂക്ഷിച്ച് വേണം ഈ കളി കളിക്കണ. യെസ് ഗൈസ്, നമ്മുടെ ഓഫ് റോഡിൻ്റെ ജമ്പ്. യെസ്, എൻ്റെ പിന്നെ അടിക്കില്ല സ്റ്റോപ്പ് അടിക്കില്ല. ഭാഗ്യം പിന്നിൽ ആരും എത്തിയിട്ടില്ല. പിന്നിൽ ഒരാളെത്തുന്നുണ്ട് ഗൈസ്. ഞാൻ വഴി അറിയില്ല എന്ന് തോന്നുന്നു ഗൈസ്. നേരത്തെ ഉണ്ട് വന്നപ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് അവന് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു ഗൈസ്. തിരിഞ്ഞു. യെസ് ഗൈസ്, ഒന്ന് അവിടെ ഇടിച്ചു ഗൈസ്.
ഗൈസ് ഇപ്രാവശ്യം രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൂ എനിക്ക്. ഗൈസ് നമ്മൾ എത്ര വരെ ഇതുവരെ ആയിട്ടുണ്ട് ഗൈസ്? നമ്മൾ ജയിക്കാറായിട്ടോ ഗൈസ്. നമ്മുടെ ഫിനിഷിങ് പോയിന്റ് എത്താറായി ഗൈസ്. അപ്പോൾ ഫിനിഷ് പോയിന്റ് ഇപ്പോൾ എത്തും ഗൈസ്. ഇവിടെ ഇടിക്കാതെ പോയി നമുക്ക് ഇടിച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയി. ഇനി നേരെ പോയാൽ മതി ഗൈസ്. മിലിറ്ററി ബേസിൻ്റെ അവിടെയാണ് കേട്ടോ ഫിനിഷിങ് ലൈൻ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ സിംഗിൾ മിഷനിൽ. ഗൈസ് യെസ്, നമുക്ക് വിക്ടറി കിട്ടി ഗൈസ്. അപ്പോൾ എനിക്ക് എന്തായാലും ഗോൾഡ് അങ്ങനെ കിട്ടുന്നുണ്ടാവും. യെസ്, ഗോൾഡും പൈസയും കിട്ടി നമ്മൾ ഫസ്റ്റ് ആയത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ലീവ് ചെയ്യാൻ സോറി ഗൈസ്, നമുക്ക് എൻ്റെ സാൻഡ് ബോക്സും ഇതിൻ്റെ ഒക്കെ കാണിച്ചു തരാം, എൻ്റെ കിൽസും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ മറ്റേ ട്രവറിൻ്റെ മുഖം കണ്ടില്ലേ, അവിടെ ഞെക്കണ്. അവിടെ ഞെക്കുമ്പോഴാണ് ഈ പ്രൊഫൈൽ കാണുക. എൻ്റെ പ്രൊഫൈൽ ഇപ്പോൾ ഞാൻ ഫനാറ്റിക്കാണ്. വൈൽഡാണ് കേട്ടോ ആദ്യത്തെ, പിന്നെ തഗ്ഗാവും, പിന്നെ ക്രിമിനലാവും. ഫനാറ്റിക് എനിക്ക് അറ്റ്ലീസ്റ്റ് എലൈറ്റ് ആയാൽ മതി. ലെജൻഡറി മാമൻ ആയില്ലെങ്കിൽ എനിക്ക് എലൈറ്റ് ആവണം എന്നുണ്ട്. എലൈറ്റിൽ നമുക്ക് GTR മാതിരത്തെ ഏതൊരു വണ്ടി കിട്ടും എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രൊഫൈലിൽ കിൽസ്, പിന്നെ വെഹിക്കിൾ ഡിസ്ട്രോയിഡ്. എനിക്ക് കിൽസ് ബാറ്റിൽ 240, പിന്നെ സാൻഡ് ബോക്സിൽ 153, ടോട്ടൽ 441. പക്ഷെ കാർസിൽ എനിക്ക് 18, ടാങ്ക് ആകെ 2 ഹെലികോപ്റ്റർ ബോട്ട് 3 ഞാൻ പൊട്ടിച്ചിട്ടില്ല, ബൈക്ക് 1. പക്ഷെ ഗൈസ് സിംഗിൾ മിഷൻ നിങ്ങൾ കണ്ടാൽ ഞെട്ടും ഗൈസ്. സിംഗിൾ മിഷനിൽ കാർ 130, ടാങ്ക് 5, ഹെലികോപ്റ്റർ 11, ബോട്ട് 3, പിന്നെ ബൈക്ക് 19 ബൈക്കുകൾ ഞാൻ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസിന് 1161, പിന്നെ സിറ്റിസൺസ് 1700, പിന്നെ ബാൻഡിറ്റ്സ് ആകെ 300. ഗൈസ് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ മിഷൻ ചെയ്ത്. ഈ ഹെവി ഹാൻഡഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ ക്രോബാറാണ് കേട്ടോ. ക്രോബാർ ഞാൻ കാണിക്കാൻ വിട്ടു. ക്രോബാർ വെച്ചിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കളിക്കണ്ടോ. നമ്മളിപ്പോൾ സ്റ്റൺ പാറ്റേൺ വെച്ചിട്ട് ഉപയോഗിക്കാൻ ചെയ്തിട്ടില്ല കേട്ടോ ഗൈസ്. പിന്നെ ബ്രേക്സ് ഫെയില്, റൺ ഓവർ 1000, അതിനൊക്കെ എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട് 30,000. ആ പൈസ ഒക്കെ വെച്ചിട്ട് ഞാൻ കണ്ണിക്കണ്ടൊക്കെ കാണിച്ചു, തോക്കും, പിന്നെ കാറൊക്കെ വാങ്ങി. പിന്നെ ഈ പെർപ്പച്വലാണ് എനിക്ക് ഈ കോലിന് കിട്ടിയത്. പിന്നെ ഹെഡ് ഹണ്ടർ എനിക്ക് ടെറലിനെയും ഞാൻ നറുക്കിടപ്പില്ലല്ലോ കേട്ടോ. പിന്നെ ലൈക്ക് ബോസ് ഉണ്ടല്ലോ, അതിലാണ് എനിക്ക് തോക്ക് കിട്ടിയത്. കിൽ 1000 എനിമീസ് ഇൻ മൾട്ടിപ്ലെയർ മോഡ്സ്, ഏതൊരു ഭാഗ്യത്തിന് ആ തോക്ക് കിട്ടി. പിന്നെ സ്റ്റണ്ട് മാൻ, അതിലെനിക്ക് 18,000 അങ്ങനെയൊക്കെ തോന്നെ കിട്ടി. പിന്നെ നെവർ ടു മച്ച് ഓഫ് കാർസ്, അത് ഗോൾഡ് 50 കിട്ടും, 5 കാർ വാങ്ങി. പിന്നെ ഹൈവേ ടു ഹെല്ലിലാണ് നമുക്കൊരു ടാക്സി കിട്ടും കേട്ടോ ഗൈസ്. ആ മിഷനൊന്നും എനിക്ക് ചെയ്യാൻ മിഷനല്ല, നമ്മളിങ്ങനെ 10, ഇനി ആ 973,000 ഉള്ളൂ. അപ്പോൾ ആ വണ്ടി കിട്ടിയ ഉള്ള റിവ്യൂ ചെയ്യലൊക്കെ ഉണ്ടാവും കേട്ടോ. റിവ്യൂ ചെയ്യലല്ല, ഞാൻ കാണിച്ചു തരുമ്പോൾ എങ്ങനെ ഓടിച്ചിട്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്